മറ്റൊരു ലഹരിയെക്കുറിച്ചുള്ള വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. കാസർഗോഡ് ലഹരി വിൽപ്പനയെക്കുറിച്ച് വിവരം നൽകിയതിന് വീട് കയറിയ ആക്രമണം. ആസ്തിക്കുണ്ട് സ്വദേശി സിനാനും മാതാവിനുമാണ് മർദ്ദനമേറ്റത്. ലഹരി കേസിലെ പ്രതി ചെങ്കള സ്വദേശി ഉമർ ഫാറൂഖ്, അയാളുടെ അനിയൻ നിയാസ് എന്നിവരാണ് ആക്രമിച്ചത് എന്നാണ് പരാതി. ആക്രമണത്തിൽ പരിക്കേറ്റ ഇരുവരും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ലാസ്റ്റ് പോയിട്ട് വന്നിട്ട് വടിയാ ഇരുമ്പ് എന്തെന്നറിയില്ല കൊണ്ടിട്ട് അതിനോടും തച്ച് ഞാൻ തടുക്കാകുമ്പോൾ എനിക്കും കൊണ്ട് അവനെ മറിച്ചിട്ടിട്ട് ചങ്കെല്ലാം അമർത്തിയിട്ട് രണ്ടാളും ഇത് ബാക്കിയാക്കിയിട്ട് എല്ലാം പൊടി പൊടിയായി. കഴിഞ്ഞ വർഷം നടക്കുന്നുണ്ട്. അന്ന് കംപ്ലയിൻ്റ് ആക്കിയിട്ട് പോലീസെല്ലാം വന്നിട്ട് പോയതാണ്. അപ്രാവശ്യം ഉറ കിട്ടിയിട്ട് പിന്നെ പോലീസ് വന്നുകൊണ്ട് അവർ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു 10-20 ദിവസമായിട്ട് അവിടെ ഭയങ്കര ആൾക്കാർ വരുന്ന ഇതിലുണ്ട്. ഇങ്ങനെ കംപ്ലയിൻ്റ് ആക്കിയതാണ്, ക്ലബ്ബ് മൊത്തത്തിൽ കംപ്ലയിൻ്റ് ആക്കിയതാണ്. ആ പിടിച്ചതിൻ്റെ പ്രതികാരമാണ് ഇന്നലെ അവർ വെട്ടിയത്. ഇതിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അവിടെ ഉള്ളത് നിലവിൽ. വാർത്തയുടെ വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്നും ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, ഈ ഒരു ലഹരി ഉപയോഗിച്ചതിന് ഇവർക്കെതിരെ പരാതി നൽകിയതിന്റെ ഭാഗമായി അതിന്റെ പ്രതികാര നടപടി എന്ന നിലയിലാണ് ഈ പ്രതികളായ രണ്ടുപേരും വീട്ടിൽ കയറി വന്ന് ഇത്തരത്തിലൊരു കൊലവിളി നടത്തുന്നത്. സിനാന്റെ അമ്മയടക്കമുള്ള സ്ത്രീകൾ, പ്രായമായ സ്ത്രീകൾ അടക്കം അവിടെ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു ആക്രമണത്തിന് മുതിരുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? കാസർഗോഡ് മാസ്തിക്കുണ്ട് സിനാനെയും അദ്ദേഹത്തിന്റെ മാതാവിനെയുമാണ് ഈ ലഹരിക്കെതിരെ കേസ് കൊടുത്തതിന് അല്ലെങ്കിൽ പരാതി നൽകിയതിന് ഈ ലഹരി ഉപയോഗിച്ചിരുന്ന പ്രതികൾ വീട് കയറി ആക്രമിച്ചിട്ടുള്ളത്. ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ്. സ്ത്രീകളും അതുപോലെ തന്നെ ചെറിയ കുട്ടികളും എല്ലാം നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു കൊലവിളി നടത്തുന്നതും അടിക്കാൻ ഓങ്ങുന്നതും അത്തരത്തിൽ ആക്രമണത്തിന് മുതിരുന്നതുമെല്ലാം. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ ജോസഫ്? അതുല്യ, ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ ലഹരി മാഫിയയെ കുറിച്ച് വിവരം നൽകിയതിനാണ് ഈ പ്രതികാര നടപടി. കർണാടകയിൽ നിന്നും ഏതാനും വർഷങ്ങൾ മുമ്പ് ഈ ചെങ്കളയിൽ താമസമാക്കിയവരാണ് ഈ സഹോദരങ്ങളായ ഉമ്മറും നിയാസും. ഇവർ വലിയ രീതി ലഹരി മാഫിയയിൽ സ്ഥിരമായി പ്രദേശത്ത് ലഹരി ഉപയോഗിക്കുന്ന രണ്ടു പേരാണ് നിയാസും അതുപോലെ തന്നെ അയാളുടെ സഹോദരൻ ഉമർ ഫാറൂഖും എന്നാണ് സിനാൻ നമ്മളോട് പറഞ്ഞത്. എന്തായാലും ദൃശ്യങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ആളുകൾ സംഘം ചേർന്ന് ലഹരി ഉപയോഗിക്കുന്നത് ഒരു ശല്യമായി മാറിയപ്പോഴാണ് ഇത്തരത്തിൽ പരാതി നൽകിയത് എന്നും ആ പരാതി നൽകിയതിന്റെ പ്രതികാര നടപടിയായാണ് വീട്ടിൽ ആക്രമിച്ചത് എന്നുമാണ്. ജോസഫ്, തുടരാം. ഇത്തരത്തിൽ ലഹരി മാഫിയക്കെതിരെ പരാതി നൽകിയത് കൊണ്ടാണ് ഇവരെ വീട്ടിൽ കയറി ആക്രമിക്കാൻ കാരണമായത്. ഇപ്പോൾ സിനാനും ഉമ്മയും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. അതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് ലഹരി മാഫിയക്കെതിരെ വലിയ രീതിയിലുള്ള യുദ്ധപ്രഖ്യാപനം സംസ്ഥാന സർക്കാരും സന്നദ്ധ പ്രവർത്തകരും അതുപോലെ തന്നെ പോലീസും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ നിർഭാഗ്യകരമായ സംഭവങ്ങൾ കാസർഗോഡ് ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടി വരുന്നത്. ഈ സഹോദരങ്ങളായിട്ടുള്ള ഇവർ കാസർഗോഡ് പെരുമ്പള കേന്ദ്രീകരിച്ചൊരു ബൈക്ക് ഗ്യാരേജ് നടത്തുന്നുണ്ട്. ഇവിടെ നിന്നും വലിയ രീതിയിലുള്ള ലഹരി മരുന്നുകൾ വിതരണം ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. ഇതിനെതിരെയാണ് നാട്ടുകാരും ക്ലബ്ബ് പ്രവർത്തകരും ഒന്നടങ്കം രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാനഗർ പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ഇവരുടെ ഈ പരാതിയിൽ, അതായത്
ക്ലബ്ബ് പ്രവർത്തകരുടെ പരാതിയിൽ ഇവരുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയിരുന്നു. പക്ഷേ റെയ്ഡിൽ നിന്നൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ഇവർ ലഹരിമരുന്ന് ഉപയോഗിച്ചിരുന്നു എന്നാണ് ആ ഘട്ടത്തിൽ കണ്ടെത്താൻ ആയത്. പക്ഷേ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ലഹരി മരുന്നുകൾ ഇവരുടെ കയ്യിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ഇതാണ് ഇവരെ പ്രകോപിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് സിനാനും നൽകിയത്. എന്തായാലും ഇവർക്കെതിരെ ശക്തമായ പ്രതിരോധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം. ഇത്തരത്തിൽ ആളൊഴിഞ്ഞ വീട് കേന്ദ്രീകരിച്ച് ലഹരി മരുന്നിന്റെ ഉപയോഗവും അതുപോലെ തന്നെ വിൽപ്പന നടത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ പതിവാകുകയാണ് എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. അതായത് നിരവധി ചെറുപ്പക്കാർ ഈ ആളൊഴിഞ്ഞ വീട്ടിൽ വരികയും ലഹരി ഉപയോഗിച്ചിട്ട് കടന്നു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ഇത്തരത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവർക്കെതിരെ കൂടുതൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിൽ കേസെടുത്തിട്ടുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കാൻ ഇതുവരെയും പോലീസിന് സാധിച്ചിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവരെ കസ്റ്റഡിയിൽ എടുക്കുന്ന നടപടികളിലേക്ക് അടക്കം കടക്കുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. അതുല്യ. ശരി ജോസഫ്, കാസർഗോഡ് മാസ്തിക്കുണ്ടിൽ ലഹരി വിൽപ്പനയെയും ഉപയോഗത്തെയും കുറിച്ച് വിവരം നൽകിയതിന് വീട് കയറി ആക്രമണം നേരിട്ടിരിക്കുകയാണ് സിനാനും അതുപോലെ തന്നെ സിനാന്റെ മാതാവിനുമാണ് മർദ്ദനമേറ്റത്. ഇരുവരും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ ലഹരി വിൽപ്പനയെക്കുറിച്ച് വിവരം നൽകിയതിന്റെ പ്രതികാര നടപടി എന്ന നിലയിലാണ് ആക്രമണം എന്നാണ് പറയുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ജോസഫ് അഗസ്റ്റിനാണ്.